നൈസ് അല്ലേ? ഒരു വെറൈറ്റി തന്നെയാണ്. വെറൈറ്റി എന്ന് വെച്ചാൽ വല്ലാത്തൊരു വൈബാണ് കേട്ടോ. ഷോക്ക് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയണ്ടേ? എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോ? ഡൽഹി OMCയിലാണ് നമുക്ക് റൂം. പോലീസ് ക്വാർട്ടേഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് അവിടെയാണ് നമുക്ക് റൂം. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ അടുത്ത യാത്ര എന്ന് പറയുന്നത് എങ്ങോട്ടാന്ന് അറിയണ്ടേ? എങ്ങോട്ടാണ്? കുളു മണാലി. അപ്പൊ നമുക്ക് നേരെ വണ്ടി കാണിച്ചുതരാം. നമ്മൾ പോകുന്ന വണ്ടി എങ്ങനെയൊന്ന് കാണിച്ചുതരാം. നമ്മൾ എത്ര പേരുണ്ട് ഇപ്പോ? നമ്മൾ 5 2 7 പേരുണ്ട്. 7 പേർക്ക് പോകാനായിട്ട് നമ്മൾ വണ്ടി ബുക്ക് ചെയ്ത് ചെറുതാണ്, പക്ഷെ വന്നത് അതിലും ചെറുതാണ്. കാണിച്ചു തരാം. അപ്പൊ മച്ചാൻ വരെ നമ്മൾ ബുക്ക് ചെയ്തത് ട്രാവലറാണ്. കാരണം നമ്മൾ 10 സീറ്റുള്ള ട്രാവലറാണ് ബുക്ക് ചെയ്തത്. അപ്പൊ സ്പേസ് ഇത്തിരി കൂടുതലും എല്ലാവർക്കും വ്യൂ പോയിന്റ് കിട്ടാൻ കണക്കിനാണ് നമ്മൾ ബുക്ക് ചെയ്തത് അല്ലേ? അപ്പൊ ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തീരെ ചെറിയ വണ്ടിയായി പോയി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് എമർജൻസി ഓട്ടം പോയത് കാരണം നമുക്കിപ്പോൾ വന്നത് 10 12 സീറ്റാണെന്ന് തോന്നുന്നു. 1 2 3 4 5 6 6 12 12 6 19 സീറ്റ്. പോകുന്നവര് 8 പേരും, വരുന്നത് 8 പേരുണ്ട്. അല്ല ഡ്രൈവറേയും ചേർത്ത്, ഡ്രൈവർ ആദ്യം ചേർത്ത് 9 പേരുണ്ട് മൊത്തം. 9 പേരില് നമുക്ക് ബുക്ക് വന്നിരിക്കുന്ന വണ്ടി എത്രയാണ്? 10 സീറ്റ് മിച്ചം. 10 സീറ്റ് മിച്ചം. കിടന്നുറങ്ങി പോകാൻ കണക്കിനുള്ള വണ്ടിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കിടലം എന്തായാലും പൊളി യാത്രയായിരിക്കും ഉറപ്പാണ്. അപ്പൊ ഇനി നമുക്ക് നേരെ മഞ്ഞ് പോയി കാണാം. ഏതാണ്? ആദ്യമേ കയറിയിരുന്നു, സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ നമുക്ക് ട്രാവലറിലേക്ക് കയറിയാലോ? ഓക്കെ, കമോണ്ടാ കയറിക്കോ. നേരെ പോകുന്നത് കുളു മണാലിയിലേക്കാണ്. ഓക്കെ, ടാറ്റാ. അപ്പൂസ് എവിടെ? അകത്ത് കയറി. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ അകത്ത് കയറിയാണ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ വെച്ചോളൂ. ഓക്കെ 2 മിനിറ്റ് ഈ കമ്പിയിൽ തൂങ്ങി ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ 1500 രൂപ ചലഞ്ച്. അപ്പൊ 2 മിനിറ്റ് ആണ്. റെഡി ആകുമ്പോ അല്ലെ ഓരോ സെക്കൻഡ് വീതം പറഞ്ഞിടും. ഓരോ സെക്കൻഡ് എണ്ണി പറഞ്ഞിടും. അപ്പൊ കറക്റ്റ് ആയിരിക്കും. അങ്ങനെ പഠിച്ചു പറ്റില്ല. അപ്പൊ ചലഞ്ച് ഏറ്റെടുക്കുകയാണ്. അതാ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന 17 സെക്കൻഡ് 20 1500 രൂപയ്ക്ക് വേണ്ടിയുള്ള ചലഞ്ച്. 1500 രൂപയ്ക്കുള്ള ചലഞ്ചിലേക്ക് ഇപ്പൊ കടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ എത്രയായി? 32 സെക്കൻഡ്. ഇനിയുണ്ട് 90 സെക്കൻഡ്, 46 സെക്കൻഡ്, 47 48 സെക്കൻഡ്. 1500 രൂപയ്ക്ക് വേണ്ടി 150 രൂപ മുടക്കിക്കൊണ്ട് സന്തോഷ് ബ്രോ ഏകദേശം 1 മിനിറ്റിലേക്ക് അടുക്കുകയാണ്. 1 മിനിറ്റ് ആയിരിക്കുന്നു. പോയി ഔട്ട്. റൊട്ടേറ്റിംഗ് ആണ്. 1500 രൂപ 150 രൂപ കൊടുത്തു. പക്ഷെ നിങ്ങൾ നിൽക്കുന്ന നിപ്പ് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചങ്ങന്ന്. അതിനുശേഷം മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ ആദ്യ തുരങ്കത്തിലെത്തി. കുള്ളു എത്തുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് തുരങ്കമാണ് നിങ്ങൾ ഇതിൽ കാണുന്നത്. ഇനി 3-4 തുരങ്കമുണ്ട്. എന്നാൽ ആദ്യത്തെ തുരങ്കം ഒരു കൗതുകം തോന്നിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തെടുത്ത് റൂം എടുത്തതാണ് നിങ്ങൾ കാണുന്നത്. അതിന്റെ വ്യൂ പോയിന്റ് ആണ്. കണ്ടോ? ഏത്? അത് മഞ്ഞല്ല മുത്തേ, അതൊക്കെ പാറ കഷ്ണങ്ങൾ കിടക്കണത്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞ് പോലെ തോന്നും. കണ്ടോ? ഇത് നമുക്ക് കുളുവിന് ഏകദേശം അവിടെ നിന്ന് ഒരു 16 കിലോമീറ്റർ മുമ്പാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കണ്ടോ? അവിടുത്തെ വ്യൂ പോയിന്റ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നൈസ് അല്ലേ? ഒരു വെറൈറ്റി തന്നെയാണ്. വെറൈറ്റി എന്ന് വെച്ചാൽ വല്ലാത്തൊരു വൈബാണ് കേട്ടോ അത്. അല്ലേ വാവേ? തണുപ്പ് എങ്ങനെയുണ്ടാ? ഐസ് കെട്ട പോലെ ഇരിക്കുന്നല്ലേ? ഓക്കെ, ഇതല്ല തണുപ്പ്. ഇനിയാണ് നമ്മൾ ജാക്കറ്റൊക്കെ വാങ്ങിക്കുന്നത്. ജാക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ കുളുവിലേക്ക് പോകുന്നത് അല്ലേ? അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാമല്ലോ. ഓക്കെ, ഇവിടെ നിന്ന് 16 കിലോമീറ്റർ ഉണ്ട്. ഹാപ്പി അല്ലേ? ഹാപ്പി. അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾ യാത്ര ആരംഭിച്ചു. കുറച്ചു ദൂരം വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ ആ മഞ്ഞുമല, അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടു. ഞങ്ങളുടെ മനസ്സ് വേറൊരു ലെവലിലേക്ക് മാറി. കാരണം ഞങ്ങൾ ആഗ്രഹിച്ച സ്പോട്ടിലേക്കാണ് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോ ജാക്കറ്റ് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അല്ലെ കീർത്തി പോടിയാ? ജാക്കറ്റ് വാങ്ങി തണുത്ത്, അതായത് കുളുവിൽ എത്തിയിട്ടുണ്ട്. കുളുവിൽ നിന്ന് നമ്മൾ ജാക്കറ്റ് വാങ്ങിക്കാൻ തണുപ്പെന്ന് പറഞ്ഞാൽ അമ്മാതെ തണുപ്പാണ്. നമുക്ക് ജാക്കറ്റ് വാങ്ങിച്ച് നോക്കാം. റേറ്റൊക്കെ നോക്കിയിട്ട് നമ്മൾ ജാക്കറ്റ് വാങ്ങിക്കുന്നുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് അകത്ത് കയറാം. ഓക്കെ, ഈ ഷോപ്പിലാണ് നമ്മൾ കയറുന്നത്. എന്തായാലും ഉള്ളിലോട്ട് കയറാം, നോക്കാം എങ്ങനെയാന്ന് നോക്കാം. ഈ തണുത്ത കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ എല്ലാ ഡ്രസ്സും ഇവിടെയുണ്ട്. അങ്ങനെ നമ്മളിപ്പോ ഗ്ലൗസ് ഒക്കെ വാങ്ങി. കുളുവിൽ നിന്നാണ് ഗ്ലൗസ് ഒക്കെ വാങ്ങിയത്. കണ്ടോ? ഗ്ലൗസ്, നമ്മുടെ ജാക്കറ്റ്. കൂടെ ഉള്ളവരൊക്കെ പർച്ചേസ് ചെയ്യുന്നേ ഉള്ളൂ. കാരണം ടൈമില്ല. അതുകൊണ്ട് നമ്മൾ വാങ്ങി പെട്ടെന്ന് വണ്ടി കയറിയിരിക്കുകയാണ്. ഫുള്ള് റെഡ് മയത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. റെഡ്. ഓക്കെ. എന്തായാലും നമ്മൾ ഇനി റൈഡിലേക്കാണ് പോകുന്നത്. പാരാഗ്ലൈഡിംഗ് ഉണ്ട്, പിന്നെ
പിന്നെ ഏതൊക്കെ ഉണ്ട്. ബോട്ടിംഗ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാന്ന് അറിയില്ല. എന്തായാലും അങ്ങോട്ട് പോയിട്ട് അതറിയാൻ പറ്റില്ല, ഡ്രൈവർ വന്നാലും അറിയാവും. അപ്പൊ ഏതായാലും നോക്കാം, നമുക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കണം. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ, ഇപ്പഴേ ഒന്ന് ലൈക്ക് ചെയ്യുക അല്ലേ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ, അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും യാത്ര തുടങ്ങി. യാത്ര തുടങ്ങിയപ്പോൾ തന്നെ കൺമുന്നിൽ കാണുന്നത് മഞ്ഞുമലയാണ്. മഞ്ഞുമല മാത്രമല്ല, അവിടെ തന്നെ പാരാഗ്ലൈഡിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പാരാഗ്ലൈഡിങ്ങിന് പോകാനായിട്ട് ഞങ്ങളുടെ കൂടെയുള്ള 2 പേര് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് പോകാനായിട്ട് ടോക്കൺ എടുക്കണം. അതായത് ഓരോ കൗണ്ടറുകളിലായിട്ട് ഉണ്ട്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള അടുത്ത് നിന്ന് നമ്മൾ ടോക്കൺ എടുക്കണം. അവിടെ നിന്ന് അവർ തന്നെയാണ് ട്രാവൽ ചെയ്ത് നേരെ കൊണ്ട് പാരാഗ്ലൈഡിങ്ങിന് പോകുന്നത്. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ കൂടെയുള്ള 2 പേർക്ക് പോകാൻ താല്പര്യമുള്ളത് കൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ടോക്കൺ എടുത്തു. 2 പേർക്കും കൂടി ഉള്ളത് 3000 രൂപയ്ക്കുള്ള പാരാഗ്ലൈഡിംഗ് ആണ് നമ്മൾ അവിടെ നിന്ന് പോയത്. ആ വ്യൂ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറൊരു വൈബാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അലൗഡ് അല്ലാത്തത് കൊണ്ട് മാത്രം ഞങ്ങൾ പോയില്ല. പക്ഷെ അതെന്തായാലും പോകാനുള്ളതാണ് കേട്ടോ, വേറൊരു വൈബ് തന്നെയാണ് അത്. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് യാത്ര തുടങ്ങിയപ്പോഴും കാണുന്നത് മഞ്ഞുമലയും ബലൂണുകളും എല്ലാം കണ്ട് നേരെ വന്നത് ഞങ്ങളുടെ ഒരു ടെമ്പിളിലേക്കാണ് വന്നത്. അവിടെ വന്നപ്പോഴാണ് ഈ ഒരു മുതലിനെ കണ്ടത്. എന്റെ പോലെ യാക്കെന്നാണ് ഇപ്പൊ പേര് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലായില്ല. എന്തായാലും നമുക്ക് അടുത്ത് നോക്കാം എന്താന്ന്. അപ്പൊ ഹഡിംബ ടെമ്പിളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ ബ്രോ? ഹഡിംബ ടെമ്പിളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് കയറി പോയാലോ? ശരിക്കും കടകളല്ലേ ഇതിനകത്ത്. ഇതേ ഡ്രസ് ഇട്ട് മേക്കപ്പ് ചെയ്യുന്നതിന് 100 രൂപയാണ് പറയുന്നത്. അപ്പൊ ജാക്കറ്റ് ഇട്ട് കീർത്തി ഇതാ അവരെ റെഡിയാക്കി എടുക്കുകയാണ്. കണ്ടോ എങ്ങനെയാണെന്ന് പറയാം. അത് കണ്ടപ്പോഴത്തേക്കും കീർത്തിക്ക് ഒരു ആഗ്രഹം. അതാണ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് കീർത്തി ട്രൈ ചെയ്യുകയാണ്. നമ്മൾ അങ്ങനെ റെഡി ആയിട്ട് നമ്മൾ ഫോട്ടോഷൂട്ടിന് പോവുകയാണ്. അപ്പോൾ ഞാനും കീർത്തി മാത്രമല്ല, നമ്മൾ ആദ്യമേ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയായിട്ട് നോക്കാം, ഫോട്ടോ എടുത്ത് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് കീർത്തി? ബാക്കിൽ നിന്ന് ലഗേജ് വിൽപ്പനക്കാർ വരുന്നുണ്ട്. അതാ പോയി ഗ്ലൗസ് അതാ പോയി ഗ്ലൗസ്. ഓക്കെ, അപ്പൊ നമുക്കിനി അപ്പൊ ഫോട്ടോ എടുക്കാം. ഫോട്ടോ ഓക്കെ. അങ്ങനെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ദാ മുന്നോട്ട് ആ ടെമ്പിൾ കാണാനായിട്ട് പോവേണ്. എങ്ങനെയുണ്ടായിരുന്നു ബ്രോ ഫോട്ടോ എടുത്തപ്പോ? ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? കീർത്തി എങ്ങനെയുണ്ടായിരുന്നു ഫോട്ടോ? നിങ്ങൾക്കൊരു കിഡിലായിട്ട് കാണിച്ചു തരാം. എന്താണ് ഇതിന്റെ പേരെന്താണ്? യാക്ക്. അത് തന്നെ, യാക്ക് എന്നാണ് പറയുന്നത്. എന്റെ പൊന്നെ, വാവ് നൈസ്. ബ്രോ യാ സൂപ്പർ. പോട്ടെ, അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണമെന്ന്. ഫോട്ടോ എടുക്കുന്നതിന്. വാ വാട്ടേ മൂക്ക്. യാ അടിപൊളി, നൈസ് അല്ലേ? അപ്പൊ ഇതാണ് ഒരു ടെമ്പിൾ എന്ന് പറഞ്ഞത്. എന്തായാലും അകത്തോട്ട് കയറി നോക്കാം. അകത്ത് കയറാൻ പറ്റുന്ന അറിയില്ല, വെയിറ്റ് ചെയ്യുക, എന്താണെന്ന് നോക്കാം. എന്തായാലും ഭയങ്കര തിരക്കാണ് കേട്ടോ, കാരണം കാലാവസ്ഥ. എന്റെ പൊന്നെ, കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ആദ്യം എങ്ങനെയുണ്ട്? കൊള്ളാം. യാ ചെന്നായ യാ 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 അത് അവര് കൊണ്ടുവരണടാ. അവര് കാണിച്ചു തരാ. യാ നൈസ്. അതെങ്ങനെയുണ്ടാ? ആദി നൈസ്. അപ്പൊ അകത്തെ വ്യൂ കാണണമെങ്കിൽ അകത്ത് കയറണം, ക്യൂ നിൽക്കണം. ഭയങ്കര ക്യൂ ആണ്, അതുകൊണ്ട് നമ്മൾ അകത്ത് കയറുന്നില്ല. കണ്ടോ? നമ്മൾ 5 പേര് അല്ല, അതുകൊണ്ട് അങ്ങ് ബാക്കിലോട്ട് കിടക്കുന്നത്. ആ ടെമ്പിളിന് ചുറ്റും നല്ല ക്യൂ ആണ്. കണ്ടോ? നല്ല ക്യൂ ആണ്, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ നിൽക്കാത്തത്. കാരണം ടൈം ഇപ്പൊ തന്നെ ഏകദേശം ഒരു 6:30 കഴിഞ്ഞു. അപ്പൊ നമുക്കിനി ഒരു സ്പോട്ട് കൂടെ ഇന്ന് പോകാണ്ടല്ലേ? യാതൊരു സ്പോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല, ചാൻസ് കുറവാണ്. മഞ്ഞുമല. യാ 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 നമ്മൾ നിൽക്കുന്ന സ്പോട്ടിന് ബാക്കിലൊക്കെ നല്ല മഞ്ഞാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി വെയിറ്റ് ചെയ്യാം, ബാക്കി അടുത്ത സ്പോട്ടിൽ കൂടെ പോവാം. ഇല്ലേ യാ. അപ്പൊ ഇനി ടൈമില്ല. അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് സ്പോട്ട് പിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ യാത്ര. നമ്മൾ ഡൽഹിയിൽ നിന്ന് യാത്ര ചെയ്ത് കുളുവിൽ വന്ന് സ്റ്റേ ചെയ്യണം ഇന്ന്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ എക്സ്പീരിയൻസ്? പറയൂ നെക്സ്റ്റ്. തണുപ്പ് നല്ലതുണ്ട്, പക്ഷെ മഞ്ഞിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നല്ല, ഇപ്പൊ നമ്മൾ മണാലി എത്തി. മഞ്ഞെത്താൻ കുറച്ച്. ഇന്നലെ അല്ലാതെ കുളുവിന്റെ അടുത്താണ് സ്റ്റേ ചെയ്തത്. ഇന്ന് മണാലി 1-2 സ്പോട്ട് കണ്ട് ഇപ്പൊ നമ്മള് ഇവിടെ കുളുവിലാണ് നിൽക്കുന്നത്, ക്ഷേത്രത്തിനടുത്ത് അല്ലേ? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എനിക്ക് ഒരു ഗ്ലൗസ് കിട്ടിയുള്ളൂ. വണ്ടിക്കകത്ത് 2 ഗ്ലൗസ് മറന്നു വെച്ചിട്ട് വന്ന് തണുത്ത് വിറക്കുകയാണ് കൈകൾ. അതുകൊണ്ട് ഓരോ ഗ്ലൗസ് വീതം വിറച്ചോണ്ടിരിക്കണല്ലേ? അതാണ്. അപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ അടുത്ത് നമ്മൾ ഇനി എങ്ങോട്ടാണ് അത് പിന്നെ പറയാം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത്
അടിപൊളിയാണ്. സൂപ്പറാണ്, കാണാൻ നല്ല ഭംഗിയാണ്. സൂപ്പറാണ്. ആദി എന്താണ് പറയാനുള്ളത്? കൊള്ളാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഷോക്ക് ഫാമിലി ഇനിയൊരു പുതിയൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അതുവരെ ബൈ 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 ബൈ.